കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ബസ്സുകൾക്ക് വലിയൊരു സാംസ്കാരിക പ്രാധാന്യമുണ്ട്. 90കളുടെ തുടക്കത്തിൽ കേരളത്തിലെ നിരത്തുകൾ ബസ്സുകൾ കീഴടക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഓരോ ചെറിയ ടൗണുകളിലും ജനത്തിരക്ക് വർദ്ധിച്ചതോടെ പഴയ ബസ് സ്റ്റാൻഡുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ബസ്സുകളുടെ എണ്ണം കൂടി. ഇതിനെ തുടർന്ന് കേരളത്തിലെ മിക്കവാറും പ്രധാന ടൗണുകളിൽ പഴയ സ്റ്റാൻഡും പുതിയ സ്റ്റാൻഡ് എന്ന വിഭജനവും ഉണ്ടായി. വികസനത്തിന്റെ അടയാളങ്ങളായി അന്ന് ഇത്തരം സ്റ്റാൻഡുകൾ ആഘോഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ കാലം മാറി. ഗതാഗത സംവിധാനങ്ങൾ ലോകമെമ്പാടും അത്യാധുനികമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടും നമ്മുടെ നാടിൻ്റെ പൊതുഗതാഗത സൗകര്യങ്ങൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ബസ്സുകളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയും ഉള്ള സൗകര്യങ്ങൾ നശിക്കുന്നതും നമ്മുടെ ഭരണകൂടങ്ങൾ വേണ്ടത്ര ഗൗരവത്തോടെ കാണുന്നില്ല എന്നത് ഖേദകരമായ ഒരു വസ്തുതയാണ്. 90കൾക്ക് ശേഷം കേരളത്തിൽ പുതിയ ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കപ്പെടുന്നതിൻ്റെ വേഗത കുറയുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ബസ്സുകളുടെ എണ്ണത്തിലുണ്ടായ കുറവാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പൊതുഗതാഗത മേഖല വലിയ തകർച്ചയെ നേരിട്ടു. ഇന്ധനവില വർധനവ്, ജീവനക്കാരുടെ വേതന പ്രശ്നങ്ങൾ, സ്പെയർ പാർട്സുകളുടെ അമിതവില എന്നിവ കാരണം ആയിരക്കണക്കിന് സ്വകാര്യ ബസ്സുകളാണ് നിരത്തൊഴിഞ്ഞത്. ബസ്സുകൾ കുറയുമ്പോൾ സ്വാഭാവികമായും പുതിയ സ്റ്റാൻഡുകളുടെ ആവശ്യം അധികൃതർക്ക് അനുഭവപ്പെടാറില്ല. എങ്കിലും നിലവിലുള്ള സ്റ്റാൻഡുകളുടെ അവസ്ഥ നോക്കിയാൽ അത് അത്യന്തം പരിതാപകരമാണെന്ന് നമുക്ക് വ്യക്തമാകും. സ്ഥലപരിമിതി കൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കൊണ്ടും യാത്രക്കാർ വീർപ്പുമുട്ടുന്ന കാഴ്ചയാണ് മിക്കയിടത്തും കാണുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ബസ് സ്റ്റാൻഡുകൾ ഇന്ന് എയർപോർട്ടുകൾക്ക് സമാനമായ സൗകര്യങ്ങളോടെയാണ് നിർമ്മിക്കപ്പെടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത വെയിറ്റിംഗ് റൂമുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ബോർഡുകൾ, വൃത്തിയുള്ള ശൗചാലയങ്ങൾ, യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള മികച്ച കഫറ്റീരിയകൾ എന്നിവയെല്ലാം അവിടെ സർവ്വസാധാരണമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ കൊച്ചിയിലെ വൈറ്റില ഹബ്ബ് പോലെയുള്ള ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രമാണ് അല്പമെങ്കിലും ആധുനികത നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയും പരിപാലനത്തിന്റെ കാര്യത്തിൽ വലിയ പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ നാടിന്റെ മുഖമുദ്രയായ സ്വകാര്യ ബസ് സ്റ്റാൻഡുകൾ ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കി പണിയേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യാത്രക്കാർക്ക് സ്റ്റാൻഡുകളിൽ മാന്യമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നത് പ്രാഥമികമായി ചെയ്യേണ്ടതാണ്. കേരളത്തിലെ വികലമായ ആസൂത്രണത്തിന് മികച്ച ഒരു ഉദാഹരണം പറയാം. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട എന്ന് പറയുന്ന സ്ഥലം. അവിടെ KSRTC ബസ് സ്റ്റേഷൻ ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് വലിയ പ്രതീക്ഷകളോടെയാണ് ഒരു ഡിപ്പോ അനുവദിക്കുന്നത്. അന്ന് വലിയ ജനത്തിരക്കുണ്ടായിരുന്ന ശാസ്താംകോട്ട മാർക്കറ്റിന്റെ ഗണ്യമായ ഒരു ഭാഗം മാറ്റിവെച്ചാണ് സ്റ്റേഷനായി കെട്ടിടങ്ങളും യാർഡുമൊക്കെ നിർമ്മിച്ചത്. എന്നാൽ ഉദ്ഘാടനം വരെ കഴിഞ്ഞിട്ടും ആ സ്റ്റാൻഡിലേക്ക് ഒരു ബസ് പോലും കയറിയിട്ടില്ല എന്നത് ഒരു വിരോധാഭാസമാണ്. ബസ് സ്റ്റാൻഡ് പ്രവർത്തനം തുടങ്ങിയാൽ അത് വലിയ സാമ്പത്തിക നഷ്ടമായിരിക്കും എന്ന വിചിത്രമായ വാദമാണ് അന്ന് അധികൃതർ നമുക്ക് മുമ്പിൽ നിരത്തിയത്. ഒരു ജനതയുടെ വികസന സ്വപ്നങ്ങളെയും പൊതുമുതലിനെയും ഇത്തരത്തിൽ പാഴാക്കി കളയുന്ന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മാർക്കറ്റിന്റെ സ്ഥലം നഷ്ടപ്പെട്ടത് കച്ചവടക്കാരെയും അതുപോലെ സ്റ്റേഷൻ വരാത്തത് യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കി. ഇന്നും ആ കെട്ടിടങ്ങൾ നോക്കുകുത്തിയായി നിൽക്കുന്നത് നമ്മുടെ ഗതാഗത നയങ്ങളുടെ പരാജയമായി നമുക്ക് കണക്കാക്കാം. സമാനമായ മറ്റൊരു പ്രതിസന്ധിയാണ് ശാസ്താംകോട്ട പഞ്ചായത്തിലെ തന്നെ ഭരണിക്കാവ് ടൗണിൽ നിലനിൽക്കുന്നത്. എൻ്റെ സ്വന്തം നാടായതുകൊണ്ടും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടുമാണ് ഞാൻ ഈ വിഷയം ഇത്ര ഉദാഹരണമായി ഇങ്ങനെ പറയുന്നത്. അവിടെ പുതുതായി ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചെങ്കിലും അതിൻ്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബസ്സുകൾ ടൗണിൻ്റെ മധ്യഭാഗത്ത് നിർത്താതെ പുതിയ സ്റ്റാൻഡിലേക്ക് മാറ്റിയപ്പോൾ തങ്ങളുടെ കച്ചവടം കുറയുന്നതാണ് പ്രാദേശിക വ്യാപാരികളെ ഭയപ്പെടുത്തുന്നത്. ടൗണിലെ തിരക്ക് കുറയ്ക്കാനും ഗതാഗതം സുഗമമാക്കാനും ബസ് സ്റ്റാൻഡുകൾ അത്യാവശ്യമാണെങ്കിലും വ്യാപാരികളുടെ താൽപ്പര്യങ്ങളും വികസനവും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ പലപ്പോഴും പദ്ധതികൾ പാതി വഴിയിൽ നിലയ്ക്കാൻ കാരണമാകുന്നുണ്ട്. ശാസ്ത്രീയമായ ടൗൺ പ്ലാനിങ്ങിൻ്റെ അഭാവമാണ് ഇവിടെ തെളിയുന്നത്. ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കുമ്പോൾ യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന രീതിയിൽ അവയെ ടൗണുമായി ബന്ധിപ്പിക്കാൻ അധികൃതർക്ക് കഴിയണം. ബസ് സ്റ്റാൻഡിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ഫീഡർ സർവീസുകളോ മികച്ച നടപ്പാതകളോ ഉണ്ടെങ്കിൽ വ്യാപാരികളുടെ ആശങ്കകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. KSRTC നഷ്ടത്തിലാണെന്ന സ്ഥിരം പല്ലവിയാണ് പുതിയ ഡിപ്പോകൾ അനുവദിക്കാത്തതിനും സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനും കാരണമായി അധികൃതർ പറയുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് KSRTC ലാഭത്തിലാണെന്ന് മന്ത്രി തന്നെ അവകാശപ്പെടുന്ന ഈ പ്രസ്താവനകളിലെ വൈരുദ്ധ്യം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യചിഹ്നമാണ്. KSRTC ലാഭത്തിലാണെങ്കിൽ എന്തുകൊണ്ടാണ് ഉൾനാടൻ റൂട്ടുകളിലെ യാത്രക്കാർക്ക് അതിൻ്റെ ഗുണം ലഭിക്കാത്തത്? പണ്ട് സ്വകാര്യ ബസ്സുകൾ സജീവമായിരുന്ന പല റൂട്ടുകളും ഇന്ന് അനാഥമാണ്. ഒരു ഉദാഹരണം കൂടി എൻ്റെ നാട്ടിലെ പറയാം. വർഷങ്ങളോളം സർവീസ് നടത്തിയിരുന്ന ചങ്ങനാശ്ശേരി ശാസ്താംകോട്ട റൂട്ടിലെ KCT ബസ് കോവിഡിന് ശേഷം നിരത്തിലിറങ്ങിയിട്ടില്ല. ഇത്തരം നിരവധി റൂട്ടുകളിലാണ് ഇന്ന് യാത്രാക്ലേശം രൂക്ഷമായിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ പിൻവാങ്ങുന്ന ഇത്തരം റൂട്ടുകളിൽ സർവീസ് നടത്തേണ്ട ഉത്തരവാദിത്തം KSRTCക്കുണ്ട്. എന്നാൽ ലാഭകരമല്ല എന്ന ഒരൊറ്റ കാരണത്താൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് ഒരു ക്ഷേമരാഷ്ട്രത്തിന് യോജിച്ച കാര്യമല്ല. കേരളത്തിൻ്റെ റോഡുകളിൽ വാഹനങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ വർദ്ധിക്കുന്നത് വലിയ ഗതാഗത കുരുക്കിനും അതുപോലെ മലിനീകരണത്തിനും കാരണമാകുന്നുണ്ട്. ഇതിനൊരു പരിഹാരം പൊതുഗതാഗത സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ്.
ആളുകൾ സ്വന്തം വാഹനങ്ങൾ ഉപേക്ഷിച്ച് ബസ്സുകളെ ആശ്രയിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആധുനിക സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കണം. ബസ് സ്റ്റാൻഡുകൾ വെറും കോൺക്രീറ്റ് കെട്ടിടങ്ങളായി അവശേഷിക്കാതെ യാത്രക്കാർക്ക് മാന്യമായി ഇരിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുമുള്ള ഇടങ്ങളായി മാറണം. ഡിജിറ്റലൈസേഷൻ്റെ കാലത്ത് ഓരോ ബസ്സും എപ്പോൾ എത്തും എന്നത് യാത്രക്കാരന് കൃത്യമായി അറിയാൻ കഴിയുന്ന മൊബൈൽ ആപ്പുകളും ഇൻഫർമേഷൻ സിസ്റ്റങ്ങളും എല്ലാ സ്റ്റാൻഡുകളിലും നടപ്പിലാക്കേണ്ടതുണ്ട്. ഭരണാധികാരികൾ കേവലം ലാഭനഷ്ട കണക്കുകൾ മാത്രം നോക്കാതെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണം. പല പ്രധാന ടൗണുകളിൽ നിന്നും ഉൾനാടുകളിലേക്ക് രാത്രി 8 മണി കഴിഞ്ഞാൽ പലപ്പോഴും ബസ്സുകൾ ഉണ്ടാകാറില്ല. ഭരണാധികാരികൾ കേവലം ലാഭനഷ്ട കണക്കുകൾ മാത്രം നോക്കാതെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണം. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രാദേശികമായ വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കൃത്യമായ പഠനവും ദീർഘവീക്ഷണവും വേണമെന്നാണ്. ബസ് റൂട്ടുകൾ പുനഃസ്ഥാപിക്കാനും പുതിയ ബസ് സ്റ്റാൻഡുകൾ ആധുനിക രീതിയിൽ നിർമ്മിക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ഗതാഗത മേഖലയെ പുനരുദ്ധരിക്കാൻ വൈകിയ വേളയിലുള്ള ഈ തിരിച്ചറിവ് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ചക്രങ്ങൾ ഉരുളേണ്ടത് കേവലം ലക്ഷറി കാറുകളിലൂടെ മാത്രമല്ല, സാധാരണക്കാരൻ്റെ ആശ്രയമായ ബസ്സുകളിലൂടെയും ആകണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.